ഹായ് ഓൾ, എല്ലാവർക്കും എബീസ് മാത്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC, RRB അതുപോലെ PSC എക്സാമുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കുക. വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 32^102? നമ്മുടെ ചോദ്യം ഇതാണ്, 32^102 എന്നാണ്. ഇതിന്റെ മീനിങ് എന്താണ്? ഈ 32ന് നമ്മൾ 102 ടൈംസ് എഴുതി മൾട്ടിപ്പിൾ 32 ഇൻറ്റു 32 ഇൻറ്റു 32 ഇങ്ങനെ 102 ടൈംസ്. അപ്പോൾ അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹ്യൂജ് വാല്യൂ ആണ്. അതിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വേണ്ടത് യൂണിറ്റ് ഡിജിറ്റ് അല്ലേ? അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 32 എന്ന നമ്പർ ഉണ്ടല്ലോ, അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാ? 2 അല്ലേ? അപ്പൊ നമ്മൾ 2^102 മാത്രം എടുത്താൽ മതി. അതായത് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എത്ര വലിയ നമ്പർ ആണെങ്കിലും ആ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാന്ന് നോക്കാം. അത് 2 ആണ്. അപ്പൊ 2^102 ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ മെത്തേഡ് ഉണ്ട്, ട്രിക്ക് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ അത് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുക. ഇപ്പോൾ 1^n ഇങ്ങനെ നമ്പർ വന്നു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേക്ക, ഈ 1 എത്ര വന്നാലും അതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ? നോക്കിക്കേ, എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ 1^100 യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. 1^1000 യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഒരു സംശയവും വേണ്ട. ഇനി 2^n അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് 5 ആണ്, 2 അല്ല 5. 5^n ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ എപ്പോഴും എന്തായിരിക്കും? 5 ആയിരിക്കും. ഇപ്പൊ 5^100 യൂണിറ്റ് പ്ലേസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും വേണ്ട, 5 ആയിരിക്കും. ഇപ്പൊ 5^36 ഇതിന്റെ യൂണിറ്റ് പ്ലേസ് എന്താണെന്ന് ചോദിച്ചാൽ 5 ആയിരിക്കും. അപ്പം 1ന്റെ പവർ എത്ര വന്നാലും യൂണിറ്റ് പ്ലേസിൽ 1, 5ന്റെ പവർ എത്ര വന്നാലും യൂണിറ്റ് പ്ലേസിൽ 5. അടുത്തത് 6^n ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ എത്രയാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? എപ്പോഴും ഓൾവേസ് 6 ആയിരിക്കും. അതായത് 6^10 എന്തായിരിക്കും? യൂണിറ്റ് പ്ലേസിൽ 6 ആയിരിക്കും. 6^100 യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പൊ 6ന്റെ പവർ എത്ര വന്നാലും 6, ഇത് ഓർത്ത് വെച്ചോണം. 1ന്റെ പവർ എത്ര വന്നാലും 1, 5 എത്ര വന്നാലും 5, 6 എത്ര വന്നാലും 6. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാക്കി നമ്പറുടെ കാര്യത്തിൽ. ഇപ്പൊ 2^n ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ബാക്കി ഈവൻ നമ്പേഴ്സ് എടുക്കാം. നോക്കി, 2^n ഉണ്ട്. 2^nന്റെ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ വന്നേക്കുന്ന n ഉണ്ടല്ലോ, n എന്ന് പറഞ്ഞ പവറാ. ആ പവറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ എപ്പോഴും എന്തായിരിക്കും? 6 ആയിരിക്കും. റിമൈൻഡർ 0 അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസ് കാണാൻ വേണ്ടി 2 റിമൈൻഡർ എന്ന് എടുത്താൽ മതി. ഓർത്ത് വെച്ചോളാം കേട്ടോ. അതുപോലെ നമുക്ക് ഇപ്പം 4^n എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്നിനെ എന്ത് ചെയ്യാം? 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. പവറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 6 ആയിരിക്കും. റിമൈൻഡർ 0 അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 4 റിമൈൻഡർ എന്ന് എടുത്താൽ മതി. ഇനി 8ന്റെ കേസ് വന്നാലും സെയിം തന്നെ. നമ്മൾ എന്ത് ചെയ്യണം? എന്നിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. റിമൈൻഡർ 0 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും? 6. റിമൈൻഡർ 0 അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 8 റിമൈൻഡർ. ഓക്കെ, അപ്പൊ നോക്കി, ഇത് 1ന്റെ പഠിച്ചു, നമ്മൾ 5 പഠിച്ചു, 6 പഠിച്ചു. 2ന്റെ പവർ വന്നാൽ എന്ത് ചെയ്യണം? പവർ എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റിമൈൻഡർ 0 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 6 ആയിരിക്കും. ഇനി റിമൈൻഡർ 0 അല്ലെങ്കിൽ 2 റിമൈൻഡർ. അപ്പം 2ന്റെ പവർ ആയതുകൊണ്ട് 2 റിമൈൻഡർ ആണ് എടുക്കേണ്ടത് കേട്ടോ. 4ന്റെ കേസിൽ അത് തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 0 ആണെങ്കിൽ 6, 0 അല്ലെങ്കിൽ 4 റിമൈൻഡർ. 8ന്റെ കേസിൽ അതുപോലെ. അപ്പൊ നോക്കി, ഇവിടെ ഓർത്തിരിക്കാൻ നോക്കി, ഈവൻ നമ്പേഴ്സ് ആണ് ഇതിന്. 2, 4, 8 എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ നോക്കിക്കേ 6 ആയിരിക്കും. റിമൈൻഡർ 0 അല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ആ നമ്പർ റിമൈൻഡർ എടുത്താൽ മതി. അത് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഓഡ് നമ്പേഴ്സ് നോക്കാം. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇപ്പൊ 3^n ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ എന്നിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. റിമൈൻഡർ 0 ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിൽ 1 ആയിരിക്കും. റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 3 റിമൈൻഡർ എന്ന് എടുക്കണം. അതുപോലെ 7ന്റെ കേസ് നോക്കാം. 7^n എടുത്താൽ നമ്മൾ എന്നിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം.
റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 1 ആയിരിക്കും. റിമൈൻഡർ 0 അല്ലെങ്കിൽ 7 റേസ് ടു റിമൈൻഡർ എന്ന് എടുക്കണം. 9ന്റെ കേസ് എടുക്കുമ്പോൾ 9 റേസ് ടു n വന്നാൽ നമ്മൾ n-നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 0 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 1 ആയിരിക്കും. റിമൈൻഡർ 1 അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ 9 റേസ് ടു റിമൈൻഡർ എന്ന് എടുത്താൽ മതി. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇത് ഓഡ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പം 379 ഈ നമ്പറുകളുടെ പവർ വന്നാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 0 ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓഡ് നമ്പേഴ്സിന്റെ കേസ് എല്ലാം 1 ആയിരിക്കും. റിമൈൻഡർ 0 അല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? ആ കറസ്പോണ്ടിങ് നമ്പർ റേസ് റിമൈൻഡർ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 32 റേസ് ടു 102. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? 32 മൊത്തം എടുക്കേണ്ട, നമുക്ക് എന്തെടുത്താൽ മതി? 2 റേസ് ടു 102 എടുത്താൽ മാത്രം മതി. ഇത് നമ്മൾ വിളിച്ച് 2ന്റെ പവറാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 102നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ 102നെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്രയാണ്? നമുക്ക് റിമൈൻഡർ മാത്രം കിട്ടി. അപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിമൈൻഡർ എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലേ? അപ്പോൾ റിമൈൻഡർ 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിമൈൻഡർ 0 ആയിരുന്നെങ്കിൽ 6 വന്നേനെ. അപ്പോൾ റിമൈൻഡർ 2 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 റേസ് ടു 2 എന്ന് എടുക്കാം. 2 റേസ് ടു എന്താ? 4. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് പ്ലേസ് എന്താ വരിക? 4 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 218 റേസ് ടു 100 ഇങ്ങനെ വരികയെന്ന് വിചാരിക്കാം. ഇപ്പൊ നമുക്ക് മനസ്സിലായി 218 റേസ് ടു 100 ആണ്. അപ്പൊ നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക 8 ആ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാതെ ഈ 218 നോക്കി നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് 8 ആണ്. അപ്പൊ നമുക്ക് 8 റേസ് ടു 100 മാത്രം മതി അല്ലെ? ഇനി നോക്കാം, ഈ 8 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 100നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 100നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടും? റിമൈൻഡർ 0. റിമൈൻഡർ 0 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും? 6 ആയിരിക്കും. റിമൈൻഡർ 0 അല്ലെങ്കിൽ 8 റേസ് റിമൈൻഡർ നിനക്ക് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം 218 റേസ് ടു 101 ആണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ 101നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 101നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്കിടുന്ന റിമൈൻഡർ എത്രയാ? 1 ആയിരിക്കും. അപ്പൊ റിമൈൻഡർ 1 ആണെങ്കിൽ, റിമൈൻഡർ 0 ആണെങ്കിൽ 6, റിമൈൻഡർ 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ 8 ആ. അപ്പൊ 8 റേസ് ടു 1. 8 റേസ് ടു 1 എന്താ? 8 ആയിരിക്കും അതിന്റെ യൂണിറ്റ് പ്ലേസിൽ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ആ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രൊഡക്റ്റ് ഓഫ് 215 റേസ് ടു 31 ഇൻറ്റു 27 റേസ് ടു 72 ഇൻറ്റു 78 റേസ് ടു 214. ഇപ്പൊ ഇങ്ങനെ ചോദ്യം നമ്മൾ പറഞ്ഞു, എത്ര വലിയ നമ്പർ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണ്ട? നോക്കണ്ട, ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്, ഇവിടുത്തെ 7 ആണ്, ഇവിടുത്തെ 8 ആണ്, മാത്രം എടുക്കുക. അപ്പൊ ആൻസർ എങ്ങനെ വരും നോക്കിക്കേ? 5 റേസ് ടു 31 ഇൻറ്റു 7 റേസ് ടു 72 ഇൻറ്റു 8 റേസ് ടു 214. ക്ലിയർ അല്ലേ? ഇത് നോക്കാം, നമ്മൾ പഠിച്ചിട്ട് 5 റേസ് ടു 31 ആണ്. 5 റേസ് ടു 5ന്റെ പവർ എത്ര വന്നാലും യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? നോ ഡൗട്ട് ഇറ്റ് ഈസ് 5. ആൻസർ 5 ഇൻറ്റു, അപ്പൊ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ 5 എന്ന് കിട്ടി. ഇനി അടുത്ത 7 റേസ് ടു 72 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേ? 7ന്റെ കേസിൽ പഠിച്ചേക്കുന്നത് 72നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 72നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്രയാ? 0 ആയാ കിട്ടുന്നത് അല്ലേ? റിമൈൻഡർ 0 അല്ലേ? നോക്കിക്കേ, 7ന്റെ അകത്ത് 1 ടൈം, റിമൈൻഡർ 3, 32ന്റെ അകത്ത് 8 ടൈംസ്, റിമൈൻഡർ എത്ര ഇടാന്ന് കിട്ടും? 0. അപ്പൊ റിമൈൻഡർ 0 ആണെങ്കിൽ 7 ആയതുകൊണ്ട് യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇൻറ്റു അടുത്ത 8 റേസ് ടു 214. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 214നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 214നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് നോക്കിക്കേ, 214നെ 4 വെച്ച് ഡിവൈഡ് നമ്മൾ എന്ത് ചെയ്യണം? 4ന് ഒരു മെത്തേഡ് ഉണ്ട്. ലാസ്റ്റ് ഇപ്പം 2 അക്കത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് മാത്രം ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 14നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 14നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്രയാന്ന് നോക്കിക്കേ? 2 ആ അല്ലെ? റിമൈൻഡർ 2. അപ്പൊ ഇവിടെ എങ്ങനെ വരും? 8 റേസ് ടു 2 എന്ന് വരും. 8 റേസ് ടു 2 എന്താ? 64 ആണ്. 8 റേസ് ടു 2 8ന്റെ സ്ക്വയർ 64 അല്ലേ? അപ്പൊ യൂണിറ്റ് പ്ലേസ് എന്താ വരിക? 4 ആണ് വരിക. യൂണിറ്റ് പ്ലേസിൽ 4 ആണ് വന്നേക്കുന്നത്. അപ്പൊ ആൻസർ 5 ഇൻറ്റു 1 ഇൻറ്റു 4 എന്ന് വരും. 5 ഇൻറ്റു 1 5, 5 ഇൻറ്റു 4 20 എന്ന് പറയുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ എന്ത് വന്നു? 0.
അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 0 ആണ് നമ്മുടെ ആൻസർ. തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് 0 ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? 0. ഓക്കെ, അപ്പൊ ആൻസർ 0 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.